അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ അടുക്കളയിൽ പാചകം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പാചകത്തെക്കുറിച്ച് മാത്രമല്ല, മറിച്ച് ഒരു പതിറ്റാണ്ടിലേറെ കാലം ഞാൻ അനുഭവിച്ച ഇരുട്ടിനെക്കുറിച്ചും അതിൽ നിന്ന് എന്നെ കൈപിടിച്ചുയർത്തിയ അല്ലാഹുവിൻ്റെ കരുത്തിനെക്കുറിച്ചാണ്. പടച്ചവൻ ഉണ്ടെന്ന ഒരൊറ്റ വിശ്വാസമാണ് ഈ 15 വർഷം എന്നെ ജീവനോടെ നിലനിർത്തിയത്. നിങ്ങൾ ഡിപ്രഷൻ എന്താണെന്ന് അറിയാതെ തളർന്നു പോയിട്ടുണ്ടോ? എങ്കിൽ ഈ 8 മിനിറ്റ് നിങ്ങൾക്കുള്ളതാണ്. ചെറുപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് ഒരു പുതിയ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ വലിയ സ്വപ്നങ്ങളായിരുന്നു കണ്ടിരുന്നത്. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവിടെ തുടങ്ങിയതാണ് എൻ്റെ മനസ്സിൻ്റെ തളർച്ച. അന്ന് എനിക്ക് ഡിപ്രഷൻ എന്ന വാക്കിനെക്കുറിച്ച് പോലും അറിയില്ലായിരുന്നു. എന്താണ് എനിക്ക് പറ്റുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എല്ലാം ഉള്ളിലൊതുക്കി ഒന്നിനും പ്രതികരിക്കാൻ കഴിയാതെ, ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ ഞാൻ വീർപ്പുമുട്ടി. വർഷങ്ങൾ കടന്നുപോയി. അതൊരു വലിയ പരീക്ഷണമായിരുന്നു. ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ആരോടെങ്കിലും സംസാരിക്കാൻ ഞാൻ ഭയപ്പെട്ടു. വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്തിനേറെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന എന്നെ തന്നെ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആരാണ്, എന്തിനാണ് ജീവിക്കുന്നത് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയിരുന്നു. കരഞ്ഞു തീർത്ത എത്രയോ രാത്രികൾ. ഒരു ആശ്വാസത്തിന് പോലും ആരുമില്ലാതെ ഉള്ളിൽ പുകയുന്ന വേദനയുമായി ഞാൻ ഇരുന്നു. അന്ന് എന്നെ തളരാതെ പിടിച്ചു നിർത്തിയത് പടച്ചവൻ ഉണ്ടല്ലോ എന്ന ഒരൊറ്റ ചിന്തയാണ്. എനിക്ക് ഏറ്റവും വലിയ വേദന തോന്നിയത് ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാൻ നിർബന്ധിതയായപ്പോഴാണ്. ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുമ്പോഴും ആരും ഒന്നും അറിയാതിരിക്കാൻ ഞാൻ മുഖംമൂടി അണിഞ്ഞു. അത് എന്നെ വല്ലാതെ തളർത്തി. ആൾക്കൂട്ടത്തിനിടയിലും ഞാൻ വലിയൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചു. സ്വന്തം ശരീരത്തോടുള്ള അകൽച്ച. രാത്രികളിൽ ഉറക്കം എനിക്ക് അന്യമായിരുന്നു. കണ്ണടച്ചാൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടും. പകലുകളിൽ ആകട്ടെ വീട്ടുജോലികൾക്കിടയിൽ എപ്പോഴെങ്കിലും ഞാനൊന്ന് ഇരുന്നു പോയാൽ അപ്പോഴും മനസ്സ് മാരകമായ ചിന്തകളാൽ നിറയുന്ന അവസ്ഥ. എന്നെ എനിക്ക് തന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാലം. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു മടുത്തുപോയ ദിവസങ്ങൾ. പേടിപ്പെടുത്തുന്ന നിശബ്ദത. ചില ദിവസങ്ങളിൽ ഞാൻ വീടിൻ്റെ മൂലയിൽ പോയി ഒളിച്ചിരിക്കുമായിരുന്നു. ആരുടെയും ശബ്ദം കേൾക്കാൻ എനിക്ക് പേടിയായിരുന്നു. ആരോടും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ ഉള്ളിലേക്ക് തന്നെ കുമിഞ്ഞുകൂടി. പടച്ചവനോട് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് എനിക്ക് ഇത്രയും വലിയൊരു പരീക്ഷണമെന്ന്. കരച്ചിൽ മാത്രമായിരുന്നു അന്ന് എനിക്ക് ലഭിച്ച ഏക ആശ്വാസം. എൻ്റെ വേദന ആരോടും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ചിലപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ആളുകൾ എന്നെ നോക്കി കളിയാക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തു. നിനക്കൊന്നും പറ്റിയിട്ടില്ല, ഇതൊക്കെ വെറും തോന്നലാണ്, നിനക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറഞ്ഞവർ എന്നെ ആട്ടിയകറ്റി. എൻ്റെ സങ്കടങ്ങൾ ആരും കണ്ടില്ല. എൻ്റെ നിശബ്ദത ആരും കേട്ടില്ല. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാതെ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി. എന്നെ സ്നേഹിക്കേണ്ടവർ പോലും എന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ ഈ ലോകം മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞെന്ന് തോന്നി. ആരും എന്നെ മനസ്സിലാക്കിയില്ല. ആരും എൻ്റെ വേദന അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം വീട്ടിൽ ഞാൻ ഒരു അന്യയെപ്പോലെയായി. ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം ആർക്കും മനസ്സിലായില്ല. ആൾക്കാർ എന്നെ നോക്കി കളിയാക്കി. എനിക്ക് ഭ്രാന്താണെന്ന് മുദ്രകുത്തി. എന്നെ ആശുപത്രിയിലേക്ക് വരെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചു. അങ്ങനെ ഞാൻ പോകാത്ത ഡോക്ടർമാരില്ല, കാണിക്കാത്ത ചികിത്സകളില്ല. ഓരോ വാതിലുകളും ഞാൻ മുട്ടിനോക്കി. പക്ഷേ എവിടെ നിന്നും എനിക്ക് ആശ്വാസം ലഭിച്ചില്ല. എൻ്റെ രോഗം മാറാതെ നീണ്ടുപോയി. എൻ്റെ പ്രതീക്ഷകളും അസ്തമിച്ച ആ നാളുകളിൽ എൻ്റെ റബ്ബിനോട് പോലും അടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. നമസ്കരിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ തളർച്ചയിലായിരുന്നു ഞാൻ. മനസ്സ് അത്രമേൽ മരവിച്ചു പോയിരുന്നു.
ആരുമില്ലാതെ ഒന്നിനും കഴിയാതെ ഞാൻ തനിച്ചായിപ്പോയ ആ നിമിഷത്തിലാണ് എൻ്റെ റബ്ബ് എനിക്ക് നേരെ കൈനീട്ടിയത്. എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എന്നെ പൂർണ്ണമായി അറിയുന്ന എൻ്റെ നാഥനിലേക്ക് ഞാൻ മടങ്ങി. എൻ്റെ അടുക്കളയും വീടും തന്നെയായിരുന്നു എൻ്റെ അഭയസ്ഥാനം. ഞാൻ പതിവായി ചില ദിക്റുകൾ ചൊല്ലാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എൻ്റെ ചുണ്ടുകളിൽ വരുമ്പോൾ ആ വാക്കുകൾ എൻ്റെ മനസ്സിനെ പതിയെ തണുപ്പിക്കാൻ തുടങ്ങി. അത് വെറും വാക്കുകളല്ലായിരുന്നു, അതൊരു മരുന്നായിരുന്നു. പടച്ചവൻ എന്നെ കേൾക്കുന്നുണ്ട് എന്ന ഉറച്ച ബോധ്യം എൻ്റെ ഉള്ളിൽ വളരാൻ തുടങ്ങി. മഴ പെയ്യുമ്പോൾ, കാറ്റ് വീശുമ്പോൾ, ആകാശത്ത് നോക്കുമ്പോൾ ഞാൻ പടച്ചവൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു. ഇന്ന് ഞാൻ ഇവിടെ പാചകം ചെയ്യുമ്പോഴും ഈ ദിക്റുകൾ ചൊല്ലുമ്പോഴും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തിയുണ്ട്. പടച്ചവൻ കൂടെയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ എനിക്കെതിരെയുള്ള ഭയങ്ങളെല്ലാം മാഞ്ഞുപോയി. എനിക്കെന്നെ തന്നെ തിരിച്ചു കിട്ടി. ജീവിതം മനോഹരമാണെന്നും പടച്ചവൻ്റെ വിധിയിൽ എപ്പോഴും ഒരു നന്മയുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. ഈ വീഡിയോ കാണുന്ന സഹോദരീ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ ഡിപ്രഷനിലൂടെയോ വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ല, പടച്ചവൻ കൂടെയുണ്ട്. അള്ളാഹുവിലേക്ക് ഒന്നു ചേർന്ന് നിൽക്കൂ. വിശ്വാസം കൈവിടരുത്. ഒടുവിലത്തെ നിമിഷം വരെ പ്രതീക്ഷ കൈവിടരുത്. ഈ യാത്രയിൽ നിങ്ങളെയും കൂടെ കൂട്ടാനാണ് ഞാൻ ദുആ കിച്ചൺ എന്ന ഈ പേരിൽ ഈ ചാനൽ തുടങ്ങിയത്. ഇനി നമുക്ക് ഒരുമിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ ഓർത്ത് സന്തോഷത്തോടെ ജീവിക്കാം. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. അസ്സലാമു അലൈക്കും.